ഒടുവിൽ മൗനം വെടിഞ്ഞ് മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ്. ഗാംബിയയിൽ കഫ് സിറപ്പ് കഴിച്ച് 66 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ആരോപണവിധേയരായ ഇന്ത്യൻ കമ്പനി മെയ്ഡൻ ഫാർമയുടെ പ്രതികരണം പുറത്തുവന്നു. സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കമ്പനി പ്രതികരിച്ചു. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടന ഞങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിൽ വിഷമമുണ്ട്. മരുന്ന് നിർമ്മാണത്തിൽ 3 പതിറ്റാണ്ട് നീണ്ട വിശ്വാസ്യതയിൽ കോട്ടം വരുന്നത് ആദ്യമായാണെന്നും ഡയറക്ടർ വിവേക് ഗോയലിന്റെ വാക്കുകൾ. സർക്കാർ ഏജൻസികൾ തുടർച്ചയായി വിവിധ പ്ലാന്റുകളിൽ പരിശോധന നടത്തുകയാണ്. സാമ്പിളുകളുടെ വിവരങ്ങൾക്കായാണ് കാത്തിരിക്കുന്നതെന്നും വിവേക് ഗോയൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ വിവാദമായ കഫ് സിറപ്പുകൾ ഉൾപ്പെടുന്ന മരുന്നുകൾ വിറ്റിട്ടില്ലെന്ന് കമ്പനി അവകാശപ്പെട്ടു. പക്ഷേ രാജ്യത്ത് നേരത്തെ തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് മെയ്ഡൻ എന്ന വാർത്തയും ഇന്ന് സജീവമാണ്. ഇക്കഴിഞ്ഞ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 66 കുട്ടികളാണ് കിഡ്നി തകരാറിലായതിനെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയിൽ മരിച്ചത്. എല്ലാവരും മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് പുറത്തിറക്കിയ കഫ് സിറപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചവർ. ഗാംബിയയിലും ഇന്ത്യയിലും പോലീസും വിവിധ ഏജൻസികളും അന്വേഷണം തുടരുകയാണ്. ഇന്ത്യയിലടക്കം മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ മരുന്നുകൾക്ക് നിരോധനമുണ്ട്. കേരളമാണ് ആദ്യമായി മെയ്ഡന്റെ മരുന്നുകൾ നിരോധിച്ചത്.